ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള റിമോട്ട് കിറ്റ്, നമ്മളെ ഫ്യൂടെക് മോഡൽ റിമോട്ട് കിറ്റ്, അതും നമ്മളെ USB ബോർഡും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരേ റിമോട്ടിൽ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ USB ഇതേപോലുള്ള ബോർഡുകളിൽ USB ഓപ്ഷൻ, ഇതിൽ USB കുത്താനുള്ള സെറ്റപ്പ് ഇല്ല. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഒരു USB ബോർഡ് അതിലേക്ക് കണക്ട് ചെയ്ത് ഒറ്റ റിമോട്ടിൽ നിന്ന് തന്നെ നമുക്ക് മെർജ് ചെയ്ത് ഉപയോഗിക്കാന്നുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതില് സെൻസറിന്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിതൊരു 5.1 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5.1 ബസ്സിലേക്കുള്ള ഒരു സാധനം തന്നെയാണ് പണിയണത്. മറ്റേത് നമ്മളിപ്പോ നേരത്തെ ഒരെണ്ണം പണിതിട്ടുണ്ടായിരുന്നത് നമ്മൾ 2.1 USB ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ഇതേപോലെ ഒരു അതേ സെയിം ക്യാബിനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡയൽ ഇതാണ്. ഇതിലധികം കൺട്രോളുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. 2 മൈക്ക, പിന്നെ അതേപോലെ ബാക്കിയുള്ള കൺട്രോളുകൾ വരുന്നത് ക്യാബിൻ, അതേപോലെ വോക്കല്, സബ്, സെൻറ്റർ, മാസ്റ്റർ വോളിയം, അത്രയാണ് ഇതിൽ കൺട്രോൾ വരുന്നത്. മൊത്തം 5 കൺട്രോള്, 2 മൈക്കയുടെ കണക്ഷൻ. അപ്പം അതിന്റെ ബാക്ക് സൈഡിൽ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ഒരു റിമോട്ട് കിറ്റിനുള്ളതും റിമോട്ട് കിറ്റിന്റെ ഡിസ്പ്ലേക്കുകളും നമ്മളെ USB ഡിസ്പ്ലേക്കുള്ള ഹോളാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഒരു പവർ സ്വിച്ച്, ഇത്രയും സാധനങ്ങളാണ് ഈ ഡയലിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കിയ ഡയലാണ്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എന്തൊക്കെ സാധനങ്ങൾ വേണം അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡയലാണ്. അപ്പൊ ഇതേപോലത്തെ ഒരു ഡയലിലാണ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ അതില് ക്യാബിനോളിയം എന്നുള്ളതിനെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർ ആംപ്ലിഫയർ ബോർഡാണ് വെക്കുന്നത്, 2 ചാനലിന് വേണ്ടിയിട്ട് വെക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ കാർ ആമ്പ് വഴി നല്ല വല്ല JBL എക്സ്പ്ലോഡ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അതേപോലെ JVC അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. സോണിയുടെ വരുന്നുണ്ട്, JBL വരുന്നുണ്ട്. അപ്പൊ അതേപോലത്തെ കാർ ആംപ്ലിഫയർ വഴി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് അതിലേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കാന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു 24 വോൾട്ട് ആണ് നമുക്ക് ഇൻപുട്ട് സപ്ലൈ വരുന്നത് ബസ്സിലേക്കുള്ളതായ കാരണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് 12 വോൾട്ട് ആണ്. അപ്പൊ ഇതില് 24 വോൾട്ട് ആണ് ഇൻപുട്ട് സപ്ലൈ വരുന്നത് ഇതിലേക്ക്. അപ്പൊ ഇതിന്റെ കണക്ഷൻ നമ്മളിപ്പോ കാണിക്കുന്നില്ല. നമ്മളിപ്പോ ഇത് എങ്ങനെ USB, അതുപോലെ നമ്മളെ റിമോട്ട് കിറ്റ് 5.1 റിമോട്ട് കിറ്റ് ബോർഡും കൂടിയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ബാക്കിയുള്ള വയറിങ് ഇതിന് ശേഷം അടുത്ത വീഡിയോയിലായിരിക്കും മിക്കതും ചെയ്യുക. അപ്പൊ ഇതാണ് ഇതിനെടുത്തിട്ടുള്ള സാധനങ്ങൾ. അപ്പോ പിന്നെ ഒരു ആ ക്യാബിനും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ വേറെ കാര്യം പറയാനുണ്ട്, നമ്മളെ വീഡിയോയുടെ താഴെ കുറെ കമന്റുകൾ വരുന്നുണ്ട്. കുറെ 50 ദിവസത്തെ ടാക്കൾ വരെ കമന്റുകൾ അടിച്ചു വിടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ത് കമന്റ് അടിച്ചാലും. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ എന്ന് പറയാൻ പാടില്ല. പിന്നെ അതേപോലെ എന്താ പറയാ, കുഴപ്പമില്ലാത്തത് എന്ന് പറയാൻ പാടില്ല. യൂട്യൂബിൽ തെണ്ടാൻ പാടില്ല. ഞാനിത് ആലോചിക്കണ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരാള് 10 ദിവസം തന്നിട്ടല്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. എന്റെ സ്വന്തം മൊബൈലിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ തെറിയൊന്നല്ല വിളിച്ചു പറയണത്. അപ്പൊ അതിനനുസരിച്ചുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. നമ്മളെ ചങ്കോളോടല്ല പറയണത്. അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ, നമ്മളെ ചങ്കോൾക്ക് ഏകദേശം കമന്റ് ബോക്സിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതേപോലുള്ള അംബേസഡർ ആക്കുള്ള കമന്റുകൾ. അപ്പൊ അവർക്കുള്ളതാണ് ഈ ഡയലോഗ്. അപ്പോൾ ഇങ്ങനെ കമന്റ് അടിക്കാനായിട്ട് നല്ല നമ്മൾ ഫോൺ നമ്പർ ഓൾറെഡി ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക, നേരിട്ട് വരിക, എന്താ വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ തൃശ്ശൂർ കുന്നോളത്തുള്ളവനാണ്. അപ്പൊ അത് കാരണം നമുക്ക് നമ്മളെ സ്വഭാവം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കതൊരു വിഷയമുള്ള കാര്യമില്ല. അപ്പൊ അത് കാരണം ഈ അംബേസഡർ കമന്റ് അടിക്കുന്നവരോട് പറയാ, ലാലേട്ടൻ ഒരു നമ്പർ അടിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മളേതായ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്റെ ശൈലിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ പറയണ പോലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ ഒരു പടത്തില് ഒരു ഡയലോഗ് അലക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാം അതെന്താ ഡയലോഗ് എന്നുള്ളത്. അപ്പൊ അത് ചിന്തിച്ചാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ ചങ്കുകളോടല്ല പ്രത്യേകിച്ച് ഞാൻ പറയണത്, ഈ അംബേസഡർ കമന്റ് അടിക്കുന്ന ഡാക്കളോട് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെ മെർജ് ചെയ്ത് കണക്ട് ചെയ്യാന്നുള്ള ഉപയോഗിക്കാം, നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിലേക്ക് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് കൊടുക്കേണ്ടത്. റിമോട്ട് കിറ്റിന്റെ ബോർഡിലേക്ക് നമുക്ക് 12 വോൾട്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പോ ഇതിലേക്ക് ഈ ബോർഡിലേക്ക് നമുക്ക് 12 വോൾട്ട് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് നമുക്ക് 12 വോൾട്ട് കൊടുത്ത് നമുക്ക് ഈ USB ബോർഡിന്റെ സെൻസറിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ USB ബോർഡിൽ നിന്നുള്ള കണക്ഷൻ നേരെ ഈ ബോർഡിലേക്ക്, 2 ബോർഡിലേക്കാണ് വരിക. ഫസ്റ്റത്തെ കണക്ഷൻ നമ്മളെ ഇതിലേക്കാണ് വരിക. ഇതിന്റെ സെൻസറിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിന് മീക്കാണ് വരിക. അപ്പൊ ഇതിന് മീതെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സെൻസറിന്റെ കണക്ഷൻ ഇതിലാണ് വരുന്നത്. USB ബോർഡിലേക്കുള്ള 5 വോൾട്ടും ഇതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ 2 കണക്ഷൻ നമ്മൾ ഇതിന് മീതെ ഉണ്ട്. പിന്നെ സെൻസറിലേക്ക് കൊടുക്കുന്ന കണക്ഷൻ ഇതിന് മീതെ നമ്മൾ ഈ സെൻസറിന്റെ ഇത് ഊരിയെടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ നമുക്ക് അതിലേക്ക് ഗ്രൗണ്ടും ഇതും കൂടിയിട്ട് സെൻസറിന്റെ കണക്ഷൻ കൂടിയിട്ട് കൊടുക്കുക. ഒറ്റ കണക്ഷൻ കൊടുത്താലും മതി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയാണ്, ആ ബോർഡിൽ നിന്ന് തന്നെയാണ്, ഈ ബോർഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് 5 വോൾട്ട് വരുന്ന കാരണം, 5 വോൾട്ടും ഗ്രൗണ്ടും വരുന്ന കാരണം ഒരു വയറാണ് നമുക്ക്, ആ സെൻസറിന്റെ വയർ മാത്രം, IR ന്റെ വയർ മാത്രം നമുക്ക് കൊടുക്കേണ്ടി വരുള്ളൂ.
അപ്പൊ അത് നോക്കി നമ്മളത് ആദ്യമായിട്ട് ചെയ്യണത്, അല്ലാതെ മുന്നേ ചെയ്തിട്ടുള്ള സംഭവം ഒന്നല്ല. അപ്പൊ അത് കാരണം നമുക്ക് അത് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ. ഒറ്റ റിമോട്ടിൽ തന്നെ നമുക്ക് പാർട്ട് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ചെക്കിങ് ഇല്ല, എന്താ കാരണം ഇത് മാത്രം റിമോട്ട് മാത്രം കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോ മാത്രം നമ്മൾ കാണിക്കുന്നുള്ളൂ. 5.1 ചെക്കിങ് വീഡിയോ അടുത്തലായി വരിക. എന്താ കാരണം നമുക്ക് ഈ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ 2 ചാനൽ നമ്മൾ ക്യാബിനോളി എന്നുള്ള ആ സെക്ഷനോളി സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വേറെ ആംപ്ലിഫയറിലേക്ക് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് 5 ചാനലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ചാനൽ മാത്രമാണ് നമുക്ക് ഇപ്പൊ ഈ ഉണ്ടാക്കാൻ പോണ ആംപ്ലിഫയറിനുള്ള സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ള ഔട്ട്പുട്ട്. ബാക്കി സിഗ്നൽ ഔട്ട്പുട്ട് 6 എന്തായാലും വരും, സബ് ഔട്ടും പിന്നെ അതേപോലെ നമ്മളെ ചാനൽ ലെഫ്റ്റ് റൈറ്റ് റയർ ഔട്ട് സെന്റർ അങ്ങനെയുള്ള ഔട്ട്പുട്ടുകൾ രണ്ടെണ്ണം വെച്ചിട്ട് വരും. സെന്റർ ഔട്ട് 2 അതേപോലെ വണ്ടിയിലേക്കുള്ളതായ കാരണമാണ് സെന്റർ ഔട്ട് 2, അല്ലാതെ വീട്ടിലേക്കുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണമായിട്ടാണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ അത് അവർ ആംപ്ലിഫയർ വഴിയാണ് പിന്നെ അവർ അതിൽ നിന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളും നമുക്ക് അതിലേക്ക് 12 വോൾട്ട് കൊടുത്തിട്ട് ആദ്യം ചെക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം എടുത്ത പോലത്തെ ക്യാബിൻ തന്നെയാണ്, ഇതാണ് ക്യാബിൻ, ഇതിലാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ ഇതൊക്കെയാണ് സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. 27 വോൾട്ട് ഔട്ട്പുട്ടും അതിലെ നമ്മളെ 24 വോൾട്ട് ഇൻപുട്ടാണ്. 2 ബാറ്ററിയാണ് ബസ്സിൽ വരിക. അപ്പൊ ഒരു 200 AH മേലേക്ക് ഉണ്ടാവും അതിന് വരുന്ന സാധനം. അപ്പൊ ഇതിനിപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ സിസ്റ്റത്തിന്റെ അതേ സെറ്റപ്പിൽ തന്നെ നമ്മൾ ഇതിനൊരു ഡയോഡൊക്കെ വെച്ചിട്ട് വേണം. ആംബിയർ ഓവറായിട്ട് SMPS-ലേക്ക് വരാതിരിക്കാനുള്ള ഒരു ഡയോഡും കാര്യങ്ങളൊക്കെ വെക്കണം. ഇനി SMPS-ൽ ഒരു 12 ഊണി ഔട്ട്പുട്ട് ഉണ്ട് നമുക്ക് ഈ വക ബോർഡുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്ലൈ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഇതിൽ നിന്ന് കൊടുക്കില്ല. എന്തായാലും 2 റെഗുലേറ്റർ IC അല്ലെങ്കിൽ 3 റെഗുലേറ്റർ IC പാരൽ ചെയ്തിട്ട് അതിനൊരു സെനർ ഡയോഡ് 12 വോൾട്ട് സെനർ ഡയോഡൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ ഈ ബോർഡ് ഒരു കമന്റ് വന്നിട്ടാണ് ഈ ബോർഡ് പോയി എന്നുള്ളത്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫോമറിനൊക്കെ കൊടുക്കുമ്പോൾ എന്താ കേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിൽ ഇതിപ്പോ ഇവിടെ ചെക്ക് ചെയ്യണ ഒരു സാധനമാണ് കണ്ട, 12 വോൾട്ട് ട്രാൻസ്ഫോമർ ആണ് ഈ ഇരിക്കുന്നത്. അപ്പൊ അതിൽ ഔട്ട്പുട്ട് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 15, 13 വോൾട്ടേജ് ഇങ്ങനെ കൂടും കുറയുന്നതിനനുസരിച്ച് ഇപ്പൊ 11 വോൾട്ടായി. ഇപ്പൊ ലൈനിലെ വോൾട്ടേജ് കൂടുമ്പോൾ അത് 15 വോൾട്ട് ആവും. അപ്പൊ അത് കറക്റ്റ് സ്റ്റെബിലിറ്റി ഇല്ല, വോൾട്ടേജിന് കറക്റ്റ് സ്റ്റെബിലിറ്റി ഇല്ലാണ്ട് ആണ് വരുന്നത്. 15, 16 ആയിട്ട് ഒരു കയറി വരുമ്പോൾ ലൈനിലെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ബോർഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കറണ്ട് കൂടുതൽ വരും. അപ്പൊ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇതിലൊരു റെഗുലേറ്ററൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കൂടാഞ്ഞിട്ട് നമ്മളെ വക ഒരു 12 വോൾട്ട് കറക്റ്റ് സപ്ലൈ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് റെഗുലേറ്റർ, ഇതൊരു 5 വോൾട്ട് റെഗുലേറ്ററും ഉണ്ട് ഇതിൽ. 78.05 78.08 ഉണ്ട്. അപ്പൊ 2 ഇതിലുണ്ട് റെഗുലേറ്റർ IC. അപ്പൊ അത് കൂടാഞ്ഞിട്ട് നമ്മളെ ഒരു റെഗുലേറ്റർ IC കൂടിയിട്ടാണ് ഇപ്പൊ കണ്ട. ഇപ്പൊ ലൈനിലെ വോൾട്ടേജ് കൂടിയപ്പോൾ ഓൾറെഡി 15 വോൾട്ടായി. അപ്പൊ അങ്ങനെ വോൾട്ടേജ് വരുമ്പോൾ ഈ ബോർഡൊക്കെ പോകും. അപ്പൊ ഇതിലേക്ക് കറക്റ്റ് നമ്മൾ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു വോൾട്ടേജ് കൂടാനും കുറയാനും ഇല്ലാണ്ട് ഒറ്റ ലെവലിൽ കിട്ടാവുന്ന വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ എന്തെങ്കിലും ഒരു ബക്ക് കൺവെർട്ടറോ അല്ലെങ്കിൽ അതേപോലെ റെഗുലേറ്റർ IC എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് ലൈഫ് കിട്ടും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫോമറിന് 12 വോൾട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യാ പരമാവധി. അപ്പൊ അതാണ് കാര്യം, അല്ലാതെ വേറെ ഒന്നല്ല. അപ്പൊ നമുക്ക് ഇത് നോക്കാം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇതുപോലെ ഒരു അട്ടക്കടലാസം എടുത്തിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ പണിയെടുക്കുന്ന സ്ഥലമായ കാരണം ഒരുപാട് ഇരുമ്പിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ബോർഡ് ഷോർട്ട് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതേപോലെ ഒരു PCBയുടെ സാധനം വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ഇതിന് ഇത് വെക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ തുളയ്ക്കുമ്പോഴും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുമ്പിന്റെ പൊടി ലെഡൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇതിന്റെ അടിയിൽ ഇരുന്നിട്ട് ഇനി ഷോർട്ടായിട്ട് എന്തെങ്കിലും പുലിവാല് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പിന്നുകൾ നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് കുത്താണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റത്തെ പിന്നെ നമ്മൾ ഇതിൽ കുത്തി, ഡിസ്പ്ലേയുടെ പിന്നാണ് ഈ കാണുന്നത്. അപ്പൊ അതിൽ നമ്മൾ കുത്തിയിട്ടുണ്ട്, ഡിസ്പ്ലേയുടെ പിന്നെ അതിൽ കുത്തി. പിന്നെ എൻകോഡർ നമ്മൾ ഈ ഡിസ്പ്ലേയുടെ മീതെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പൊ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ USB ബോർഡ് കാണുന്നതാണ്. അപ്പൊ ഈ സെൻസറിനാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ സെൻസറിനുള്ള കണക്ഷൻ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം. ഏതിലാണ് അതിലെ വോൾട്ടേജ് വരണതെന്ന് നോക്കിയിട്ട് വേണം. വോൾട്ടേജ് വരുന്നത് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ IR കണക്ഷൻ കൊടുക്കാൻ. അല്ലാതെ ഈ ബോർഡിനൊക്കെ കംപ്ലൈന്റ് ആവുക. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിന് മീതെ കറക്റ്റ് ആയിട്ട് VDD എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെ USB ബോർഡിന് മീതെ ഈ കാണുന്നതാണ് VDD എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതാണ് സപ്ലൈ വരുന്നത്. മറ്റേ ഗ്രൗണ്ട് അപ്പുറത്ത് കാണുന്നത് GND എന്ന് എഴുതിയിട്ട് ഗ്രൗണ്ട്. അപ്പോൾ മഞ്ഞയാണ് ഇതിൽ ഗ്രൗണ്ട് വന്നിട്ടുള്ളത്, പച്ചയാണ് നമ്മളെ പോസിറ്റീവ് വന്നിട്ടുള്ളത്, ഈ പോസിറ്റീവ് കൊടുക്കാനുള്ള കണക്ഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അത് കാരണം നമ്മളത് നോക്കിയിട്ട് തന്നെ കൊടുക്കുക. അപ്പൊ അതേപോലെ പിന്നുകളൊക്കെ ചിലത് വ്യത്യാസം വരും. അപ്പൊ നമുക്ക് വേറെ പിന്നെടുത്ത് നോക്കി വെക്കാം. അതേപോലെ തന്നെ ഒരു വേറെ USB ബോർഡിന്റെ കവറിൽ നമുക്ക് പിന്ന് വന്നിട്ടുണ്ട്. അത്
വെള്ളയും ഇതായിട്ടാണ് കളർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം കുത്തിയിട്ട് എങ്ങനെയാണ് വരണേന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കാനായിട്ട് കറക്റ്റ് റെഡ് തന്നെ കിട്ടിയിട്ടുണ്ട് സൈഡ്. അപ്പോൾ റെഡാണ് പോസിറ്റീവ് വന്നിട്ടുള്ളത്, വൈറ്റ് ഗ്രൗണ്ടും. അപ്പോൾ VDD എന്ന് എഴുതിയിട്ടുള്ളതാണ് നമ്മളെ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ ഈ പിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്കത് നേരെ പിന്നിലേക്കല്ല സോൾഡർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഇവിടെ USB-ലേക്കുള്ള വോൾട്ടേജ് എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് USB വോൾട്ടേജ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. 5 വോൾട്ട് പ്ലസ് ഗ്രൗണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വയർ സോൾഡർ ചെയ്യാൻ പോവാണ്. കറക്റ്റ് നോക്കിയിട്ട് നമ്മൾ അതിലേക്കാണ് സോൾഡർ ചെയ്യണത്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ മാറാതെ തന്നെ പൊളാരിറ്റി മാറാതെ കറക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് സോൾഡർ ചെയ്യാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട് പോസിറ്റീവ് എന്നുള്ളത്. അപ്പോൾ പോസിറ്റീവിൽ നമ്മൾ റെഡ് സോൾഡർ ചെയ്തു. അതുപോലെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ വൈറ്റ് വയറാണ് വന്നിട്ടുള്ളത് ഗ്രൗണ്ട്. അപ്പോൾ വൈറ്റ് വയറും നമ്മൾ ഗ്രൗണ്ടിൽ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്തു. ഇനി IR-ന്റെ കണക്ഷനാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളെ റിമോട്ട് കിറ്റിന് ആവശ്യമായിട്ടുള്ള വയറുകളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. അപ്പോൾ നമ്മളത് അവിടെ മാറ്റി വെച്ചു. നമുക്ക് ഇതിലേക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ പ്ലസും മൈനസും കൊടുക്കാനുള്ള വയറാണ് ആവശ്യം. അപ്പോൾ അതിൽ പ്ലസ് നമ്മളിത് ഈ കോഫി കളർ നമ്മൾ കെട്ടിട്ടുണ്ട് പോസിറ്റീവ് വയർ. അപ്പോൾ അതിലാണ് നമ്മളെ പോസിറ്റീവ് വരുന്നത്. ഈ ബോർഡിലേക്ക് പോകുന്ന വോൾട്ടേജ് മാക്സിമം 8 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കാൻ പോണത്. അപ്പോൾ ഇതിവിടെ കണക്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബോർഡിലേക്കുള്ള സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് IR-ന്റെ കണക്ഷനാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളെ USB ബോർഡ് ഓണാണ്. അപ്പോൾ അത് USB-ലാണ് ഇപ്പോൾ ഇത് ഓൾറെഡി കിടക്കണത്. USB-ന്ന് കട്ടാകുമ്പോൾ അത് ഓഫ് ആവും. അപ്പോൾ USB ബോർഡ് ഓണായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ IR-ൽ നിന്നുള്ള കണക്ഷൻ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിമീറ്റർ എടുക്കുക. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. മെയിനായിട്ട് നെഗറ്റീവിൽ വെച്ചിട്ട് ചെക്ക് ചെയ്താലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലാണ് നമുക്ക് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ അപ്പുറത്തെ കണക്ഷനാണ് നമ്മളെ ഇതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിലാണ് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ ഈ ലാസ്റ്റ് കണക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഈ ബ്ലാക്ക് പ്രോബ് ഇരിക്കുന്ന ഭാഗമാണ്. ഇത് രണ്ടെണ്ണം ഈ സെൻസറിലേക്ക് വന്നിട്ടുള്ള സപ്ലൈ ആണ് ഈ രണ്ട് കണക്ഷൻ. ഇതിൻ്റെ ഈ തെറ്റത്തെ കണക്ഷനാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IR കണക്ഷൻ വരുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ പോസിറ്റീവിലേക്കൊക്കെ ചിലപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ IR കണക്ഷനാണെന്ന് വിചാരിച്ച് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് പരമാവധി ക്ലിയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക, ഈ സെൻസറിലേക്ക് ഏതാണ് വോൾട്ടേജ് വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻസർ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സെൻസറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഒഴിവാക്കിയിട്ടുള്ള ഭാഗം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പിന്നെ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ രണ്ട് കണക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് ആവുക. ചിലപ്പോൾ ആ സൈഡിലായിരിക്കും ഈ സൈഡിലായിരിക്കും ചിലപ്പോൾ IR-ന്റെ കണക്ഷൻ വരിക. അതും പറയാൻ പറ്റില്ല. നമ്മൾ USB ബോർഡിൽ എങ്ങനെയാണ് എല്ലാറ്റിലും ഒരേപോലെ ആയിരിക്കണം എന്നില്ല, ചിലയിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ അത് നോക്കിയിട്ട് സെൻസറിൻ്റെ കണക്ഷനും കാര്യങ്ങളും നോക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ കാണുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുള്ള IR-ന്റെ കണക്ഷൻ, ഇതിലേക്ക് സെൻസറിൻ്റെ കണക്ഷൻ USB ബോർഡിലേക്ക്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ അതേപോലെ നമ്മൾ ഫ്യൂടെക്കിൻ്റെ ബോർഡിലേക്ക് വന്നിട്ടുള്ള പ്ലസും മൈനസും കൊടുത്തു. അതിൻ്റെ തൊട്ട് തന്നെ IR1 എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാണ്ടാവും. IR1 എന്ന് എഴുതിയിട്ടുള്ള IR2 എന്നുള്ളത് നമ്മളെ ഓഡിയോ റഷ് പോലെയുള്ള ബോർഡിലേക്ക് കൊടുക്കാനുള്ള സെൻസറിൻ്റെ കണക്ഷനാണ്. അത് സെൻസറിൽ അതിൻ്റെ സ്വിച്ചിങ് കണക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അതേപോലെ അതിൻ്റെ കണക്ഷനുകളാണ് പിന്നെ ഈ ബാക്കിയിൽ കിടക്കണമൊക്കെ. ഓപ്റ്റിക്കൽ 1, ഓപ്റ്റിക്കൽ 2, കോയാക്സിൽ, ഗ്രൗണ്ട് ഈ കാണുന്ന പിന്നാണ് അതിനുള്ളത്, ഓഡിയോ റഷിൻ്റെ ബോർഡിലേക്ക് കൊടുക്കാനുള്ളത്. അതേപോലെ അതിലേക്കുള്ള സ്വിച്ചിങ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൊടുക്കാം. ഇതിൽ തന്നെ 5 വോൾട്ട് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. നമുക്ക് അതിലേക്ക് ബോർഡിലേക്ക് വേറെ ബോർഡുകളിലേക്കൊക്കെ കൊടുത്ത് കണക്ട് ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പും കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ IR-ന്റെ കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുത്തു. 5 വോൾട്ട് ഇതായി കാണുന്നത് നേരെ നമ്മളെ USB ബോർഡിലേക്ക്, ആ ഗ്രൗണ്ടും USB ബോർഡിലേക്ക് ഒറ്റ വയർ, IR-ന്റെ ഒറ്റ വയർ എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വോൾട്ടേജ് അല്ലാത്ത ഒരു കണക്ഷൻ, അതാണ് സെൻസറിൻ്റെ ഫങ്ഷൻ വരുന്നത്. നമ്മൾ റിമോട്ടിൽ മാറ്റുമ്പോൾ മാറുന്ന ഫങ്ഷനുള്ള സെറ്റപ്പിനുള്ള കണക്ഷൻ അതാണ്. ഇത് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെയാവും മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കണക്ഷൻ, ഈ 3 കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സാധനം ഓക്കെ ആയി. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാനുള്ളത് ഇവിടെ USB എന്ന് പറഞ്ഞിട്ട് ഈ ബോർഡിൻ്റെ മീതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. USB എന്ന് എഴുതിയിട്ടുള്ള കണക്ഷൻ
ഈ USB ബോർഡിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. അപ്പൊ അത് കറക്റ്റായി. അത്രയുള്ള കാര്യം. ആ USB ബോർഡിൽ നിന്നുള്ള കണക്ഷൻ കഴിഞ്ഞു. ഇതിൽ നിന്നുള്ള പിൻ എടുത്തിട്ട് നേരെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കണക്ഷൻ നമുക്ക് കഴിഞ്ഞു, അത് സെറ്റായി. അപ്പൊ USB ബോർഡിന്റെ കണക്ഷൻ കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ റിമോട്ടിൽ തന്നെ ഇത് വർക്കിംഗ് ആവോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അതാണ് ഇനിയിപ്പോ അടുത്ത ടെസ്റ്റിങ് നമ്മളെ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മളിത് ഓൺ ആക്കുകയാണ്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. നമ്മളെ USB ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. നമ്മളെ ഫ്യൂടെക്കിന്റെ ബോർഡിന്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, തല തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വയ്ക്കാം. ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ USB ബോർഡ് ഇതാണ്. എൻകോഡർ അമർത്തി കഴിഞ്ഞാലാണ് വെളിച്ചം വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെത്താൻ കട്ടാവും. അതിന്റെ വോൾട്ടേജ് ലൈറ്റിന്റെ ഇത് കട്ടാവും. അപ്പോൾ നമ്മൾ ഈ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി USB ഇതാണ് അതിന്റെ റിമോട്ട്. അപ്പോൾ USB മാറണുണ്ടോ എന്ന് നമുക്ക് നോക്കി വയ്ക്കാം. അപ്പോൾ അതിന് ഫംഗ്ഷനാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. മോഡ് ഈ റിമോട്ടിലുള്ള അതിപ്പോൾ നമ്മളെ ഫ്യൂടെക്കിന്റെ ബോർഡിന്റെ റിമോട്ടാണ്. അപ്പോൾ മോഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, FMI, ഓക്സ്, ബ്ലൂടൂത്ത്, വീണ്ടും FM. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് അതിൽ വന്നു. പിന്നെ നമുക്ക് ഇനി USB ഇതിൽ ട്യൂണിങ്ങിനുള്ള കണ്ട, അത് അമർത്തുമ്പോൾ ട്യൂണിങ്ങിനുള്ള ഓപ്ഷനുകൾ മാറുന്നുണ്ട്. കണ്ട 84, 85, 86, 88, 59 അങ്ങനെയൊക്കെ മാറുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൽ പാട്ട് മാറ്റാം. കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വോളിയം, USB ബോർഡത്തെ വോളിയം ഒക്കെ ഈ റിമോട്ടിൽ തന്നെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. നമുക്ക് മനസ്സിലാവണുണ്ടാവും, കാണാണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട, ഇതെല്ലാ ഫംഗ്ഷനും ഇതിൽ തന്നെ വർക്കിംഗ് ആവും നമുക്ക്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷനൊക്കെ ഒരൊറ്റ റിമോട്ടിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യിക്കാം. അപ്പൊ നമ്മൾ USB കുത്തി പാട്ട് പ്ലേ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ഈ കണക്ഷൻ മാത്രമാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ. ഈ വീഡിയോയില് കണ്ട പാട്ട് മാറുന്നുണ്ട്. 6, 7, 8 നമുക്ക് ഏത് പാട്ട് വേണമെങ്കിലും നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. അപ്പൊ അതിനുള്ള കംപ്ലീറ്റ് ഓപ്ഷനുകളും കാര്യങ്ങളും ഈ റിമോട്ടിൽ തന്നെ ആയി. അപ്പൊ ഒറ്റ റിമോട്ടിൽ നമുക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പൊ USB അല്ലാണ്ട് നമ്മൾ ഓക്സ് 1 അമർത്തിയപ്പോൾ USB ബോർഡ് തന്നെ ഓഫായി. ഓക്സ് 2, ഓക്സ് 3. അപ്പൊ 4 ഇൻപുട്ട് നമുക്ക് ഓൾറെഡി ഇതിലേക്ക് കൊടുക്കാൻ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 3 നമ്മളെ ഈ റിമോട്ട് കിറ്റിന്റെ ബോർഡിലേക്കും ഒരെണ്ണം നമ്മളെ USB കൊടുക്കാൻ പറ്റും. അപ്പൊ 3 ഇൻപുട്ട് എന്നുള്ളത് 4 ഇൻപുട്ടായി ഓൾറെഡി. അപ്പൊ അത്രയും കണക്ഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുത്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു USB ബോർഡും ഒരു ഫ്യൂടെക്കിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിമോട്ട് കിറ്റിലേക്ക് നമുക്ക് മെർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കണക്ഷൻ ഇത്രയുള്ള. ആകെ 3 വയർ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് നേരെ ഈ USB എഴുതിയിട്ടുള്ള കണക്ഷനിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ USB കണക്ഷൻ കഴിഞ്ഞു. ഇത്രയുള്ള USB ബോർഡ് ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ അടിക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.